ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നോടിയായിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച്, അതായത് 100ാമത്തെ വയസ്സ് ആഘോഷിക്കുന്ന വേളയിലായിട്ട് അച്ചടിച്ചിട്ടുള്ള നോട്ടാണ്. 1969-ലും 70-ലും നോട്ടുകൾ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക്, കൂടുതൽ വിഷയങ്ങളിലേക്ക് വരാം. ഇതിൻ്റെ ലെറ്ററിങ് ഇങ്ങനെ എല്ലാം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഈ ഒരു നോട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ മാറ്റം വരുത്തിയതാണ് ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റിലല്ല, അത് മാത്രമായിട്ട് സൂം ചെയ്ത് പുറത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. സിഗ്നേച്ചർ LK ഝാ എന്ന അദ്ദേഹത്തിൻ്റെതാണ്. 1969-ലാണ് അച്ചടിച്ചിട്ടുള്ളത്. കളർ ഗ്രീൻ, ലാവൻഡർ ആൻഡ് ബ്രൗൺ ആണ്. ലാംഗ്വേജ് പാനൽ 13 ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതിലും. സോളിഡ് സെക്യൂരിറ്റി ത്രെഡാണ്. വാട്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത് അശോക പില്ലർ ഓൺ ലെഫ്റ്റ്, RBI 3 lines in the center and numeric 5 on right. മൈക്രോ ലെറ്ററിംഗ് ആണ്. appears around the denomination panel. It contains the text Reserve Bank of India in micro letters എന്നാണ് കൊടുത്തിരിക്കുന്നത്. remarks format changed on demand in the promise text. omitted governor signature both in English and Hindi. micro lettering introduced. അത്ര വായിച്ചു കയറുന്നപ്പോൾ തന്നെ എൻ്റെ ഊപ്പാട് വന്നുപോയി. എനിക്കങ്ങനെ ഇംഗ്ലീഷ് ആധികാരികമായിട്ട് അറിയത്തില്ല. ഞാനൊരു 8ാം ക്ലാസ് പകുതിക്ക് വെച്ച് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ആളാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. നോട്ടിൻ്റെ ഇൻസെറ്റ് പ്ലെയിൻ ആണ്. പ്രിഫിക്സ് എയിൽ തുടങ്ങി D63 വരെയുള്ള നോട്ടുകൾ 400 രൂപ വരെ UNC കണ്ടീഷനിൽ ലഭിക്കുമെന്നാണ് ഈ ബുക്ക് പറയുന്നത്. ഞാനല്ല, ഈ ബുക്കിൽ അച്ചടിച്ചിട്ടുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതായി 1970-ലാണ് അച്ചടിച്ചിരിക്കുന്നത്. സിഗ്നേച്ചർ BN അഡർക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് വായിക്കാൻ പറ്റുന്ന പോലെ വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. റീമാർക്ക് പ്രത്യേകിച്ച് അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സിഗ്നേച്ചർ മാത്രമാണ് മാറിയിരിക്കുന്നത്. ഇൻസെറ്റ് പ്ലെയിൻ ആണ്. പ്രിഫിക്സ് ഇയിൽ തുടങ്ങി G69 വരെയുള്ള നോട്ടുകൾ 400 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. ഈ 2 നോട്ടിനും 400 രൂപയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ആ 1970-ൽ ആ നോട്ടിൻ്റെ ബാക്കി തന്നെയാണെന്ന് തോന്നുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഈ ഒരിത് അടുത്തൊരിതിൽ ചെയ്യാമെന്നാണ്. ഇതിനിടയ്ക്ക് ഈ നോട്ട് എന്തിനെ കയറി വന്നതെന്ന് മനസ്സിലാവാത്ത. വീണ്ടും സിഗ്നേച്ചർ S ജഗന്നാഥൻ എന്ന അദ്ദേഹത്തിൻ്റെതാണ്. 1970-ലാണ് അച്ചടിച്ചിട്ടുള്ളത്. ഇൻസെറ്റ് പ്ലെയിൻ ആണ്. ഇതപ്പോൾ വീണ്ടും പഴയ നോട്ടിലേക്ക് വന്നു എന്നാണ് തോന്നുന്നത്. അത് ഈ ബുക്കിൽ പറഞ്ഞിട്ടില്ല. താഴോട്ടും അത് പറഞ്ഞിട്ടില്ല. ഈ ഒരു നോട്ടെടുത്ത് ഇടയ്ക്ക് വെച്ചിട്ടുമുണ്ട്. ഗാന്ധിജിയെ കാണിച്ചിട്ടുമില്ല.
എന്തായാലും ഇത് എൻ്റെ കൂടെ അങ്ങ് ചെയ്യുകയാണ്. എനിക്ക് ആധികാരികമായിട്ട് അറിയത്തില്ല, എന്നാലും ചെയ്യുകയാണ്. ഇൻസെറ്റ് പ്ലെയിനാണ്. പ്രഫിക്സ് എയിൽ തുടങ്ങി V65 വരെയുള്ള നോട്ടുകൾ. പ്രൈസ് UNC കണ്ടീഷനിൽ 100 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള 1975 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നോട്ടുകളാണ്. ഇൻസെറ്റ് പ്ലെയിനാണ്. പ്രഫിക്സ് V66 തുടങ്ങി Y99 വരെയുള്ള നോട്ടുകൾ 125 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള 1975 തന്നെ അച്ചടിച്ചിട്ടുള്ള ഇൻസെറ്റ് A ആയിട്ടുള്ള നോട്ടുകൾ. പ്രഫിക്സ് എയിൽ തുടങ്ങി D95 വരെയുള്ള നോട്ടുകൾ. പ്രൈസ് UNC കണ്ടീഷനിൽ 125 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ആ നോട്ട്, ഗാന്ധിജിയുടെ നോട്ട് 1970 തന്നെ അവിടെ വരെ തന്നെ നിർത്തുകയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നോട്ട് അച്ചടിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനൊരു നോട്ട് ഇതിനിടയ്ക്ക് കയറി വരാൻ കാരണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.